ചിലർ ചോദിച്ചിട്ടുണ്ട്, മോഹൻദാസിന് ബലിഗീതം പോലും മറ്റൊരു കവിത എഴുതാൻ കഴിയുമോ? ബലിഗീതം പോലും മറ്റൊരു കവിത എനിക്ക് എഴുതാൻ കഴിയില്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഞാൻ എഴുതിയ ബലിഗീതം എന്ന കവിത. 86, 87കളിലാണ് അത് രചിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബം കടന്നുപോയ ആ തീവ്രവേദനയുടെ, തീവ്ര ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ബാല്യകൗമാരങ്ങളിൽ ഞങ്ങളുടെ ദേശക്കാരും കുടുംബക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ കഥ ഒരു സിനിമയാക്കിയാൽ അത് ഹൗസ്ഫുള്ളായിത്തീരും. അത്രത്തോളം ദുഃഖസങ്കുലമായ, വ്യാകുലമായ, വേദന നിറഞ്ഞ ഒരനുഭവമായിരുന്നു എൻ്റെ ബാല്യകൗമാരങ്ങളിൽ എൻ്റെ കുടുംബത്തിന് നേരിട്ട ക്ഷതം. ആ മാനസിക ദുഃഖം എൻ്റെ മനസ്സിൽ കിടന്ന് വിടർന്ന് വികസിക്കാനിടയായി തീർന്നു. എന്നിലെ കവിതാപരമായ അനുഭവങ്ങളും ആ വേദനകളും തമ്മിൽ സംലയനം ഉണ്ടായി. തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ് എന്നൊക്കെ വായിക്കുന്ന പോലെ ബലിഗീതം എന്ന കവിതയായി പുറത്തു വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബലിഗീതം എൻ്റെ ദേശത്ത്, എൻ്റെ വീടിൻ്റെ അതിരിൽ ചൊല്ലിയ ആ വേളയിൽ എൻ്റെ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്നെൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ, 10-13ഓളം അംഗങ്ങളുള്ള എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ വല്യമ്മയുടെ മക്കളും വല്യമ്മയും എൻ്റെ അമ്മയും സഹോദരങ്ങളും ദേശനിവാസികൾ മുഴുവൻ ഉൾപ്പെട്ട ഒരു സദസ്സിലാണ് ഞാൻ ബലിഗീതം ചൊല്ലുന്നത്. അത് കേട്ട ആളുകൾ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഒരു കവിയാണെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. അവരത് കേട്ടപ്പോൾ അമ്പരന്ന് പോയി. ആരാണിത് ചൊല്ലുന്നത്? ഈ കഥ ഈ ദേശത്തിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖകരമായ കഥയാണല്ലോ എന്ന് പറഞ്ഞ് അവർ അമ്പരന്ന് പോയ അത്ഭുതത്തോടെ എന്നെ നോക്കിയ നാളുകൾ ഞാൻ ഓർക്കുന്നു. നോവ് തിന്നും കരളിനെ പാടുവാനാകൂ ആർദ്രമധുരമായി ശാന്തമായി എന്ന് കവി പാടിയ പോലെ എൻ്റെ ആന്തരിക ദുഃഖങ്ങളും സംഘർഷങ്ങളും വേദനകളുമൊക്കെ കവിതയായി പൊട്ടി പുറപ്പെട്ടു. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്ന ആ വേഡ്സ്വർത്തിൻ്റെ വചനം പോലെ തന്നെ, വാക്കുകൾ പോലെ തന്നെ അത് പരന്നൊഴുകുവാനിടയായി തീർന്നു. ചിലർ ചോദിച്ചിട്ടുണ്ട്, മോഹൻദാസിന് ബലിഗീതം പോലും മറ്റൊരു കവിത എഴുതാൻ കഴിയുമോ? ബലിഗീതം പോലും മറ്റൊരു കവിത എനിക്ക് എഴുതാൻ കഴിയില്ല എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അത് അങ്ങനെ അങ്ങ് സംഭവിച്ചു. പിന്നെ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും കവിതകൾ എഴുതാറുണ്ട്. പക്ഷെ ബലിഗീതം എഴുതിയ കാലഘട്ടം, ആ തീവ്ര ദുഃഖത്തിൻ്റെയൊക്കെ തലങ്ങൾ അത് പിന്നീട് ഉണ്ടായില്ല. എന്നാൽ ബലിഗീതം ആ വേദനയുടെ ഒരു ബഹിർസ്ഫുരണമായി പുറത്തു വന്നു. അനേക കവിതകൾ പിന്നീട് എഴുതാൻ ഒരു പ്രചോദനമായി തീർന്നത് ആ കവിതയാണ്. എങ്കിലും എനിക്ക് ആനന്ദമുണ്ട്. എനിക്ക് ആ സാഹചര്യങ്ങളോട് പടവെട്ടി മുന്നേറുവാൻ കഴിഞ്ഞു. അന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ സാഹചര്യങ്ങളും തമ്മിലുള്ള ആ അന്തരം ആ കവിത വായിക്കുമ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബലിഗീതം വായിച്ച് ആസ്വദിക്കുന്ന പലരും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഇതെൻ്റെ കഥയാണ്, ഇതെൻ്റെ കവിതയാണ്, ഇതെൻ്റെ ജീവിതമാണ്. അതിൽ തുടിക്കുന്ന രക്തപ്പാടുകൾ എൻ്റെ ആത്മാവിൻ്റെ നൊമ്പരമാണ്, എൻ്റെ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ ആത്മവേദനയുടെ ബഹിർസ്ഫുരണങ്ങളാണ് എന്ന് ഞാൻ പറയാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ ജീവിതഗന്ധിയായ രചനകൾ, ചങ്ങമ്പുഴയുടെ രമണനോ അതുപോലെ ജീവിതഗന്ധിയായ ഓരോ രചനകളുടെയും പിന്നിൽ ഇത്തരം ആത്മദുഃഖങ്ങളുടെ തീവ്രാവേഗങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് അനുഭവമാണ് കവിത, ജീവിതമാണ് കവിത എന്ന് പറയാൻ കഴിയും. അത് ഒരു ലബോറട്ടറിയിൽ സൃഷ്ടിക്കാൻ കഴിയത്തില്ല, കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയില്ല. അനുഭവത്തിൻ്റെ ഉലയിലൂടെ രൂപപ്പെട്ടു വന്ന, ആ മൂശയിലൂടെ പുറത്തു വന്ന ഒരു കലാസൃഷ്ടിയാണ് ബലിഗീതം. വലിയ സൃഷ്ടിയാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, അതിനേക്കാൾ മഹോത്തരമായ അനേക സൃഷ്ടികളുണ്ട്. ഒരു കുഞ്ഞു സൃഷ്ടിയാണ്. എങ്കിൽ എൻ്റെ രീതിയിൽ, എൻ്റെ ആസ്വാദകർ ഉൾപ്പെടുന്ന എൻ്റെ ആ ചെറിയ പരിമിതമായ സംപ്രേക്ഷണ വലയത്തിൽ, ആസ്വാദക വൃന്ദത്തിൽ അത് ചെലുത്തിയ സ്വാധീനങ്ങളും അലകളും തരംഗങ്ങളും തിരമാലകളും ഇന്നും എന്നെ ആവേശഭരിതനാക്കുന്നു. ആ ദുഃഖങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമായി വെളിപ്പെട്ട ആ കവിത ഇന്നും എന്നെ ആവേശഭരിതനാക്കി തീർക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ എഴുതുന്ന കഥയോ കവിതയോ ഒരുപക്ഷെ സിനിമയോ ഒക്കെ ജനങ്ങളെ സ്പർശിക്കുന്നത് അത് ഒരാൾ അനുഭവിച്ച, ഒരു കുടുംബം അനുഭവിച്ച തീവ്ര ദുഃഖങ്ങളുടെ
ഒരു ബഹിർസ്ഫുരണമായി, ഒരു സ്പന്ദനമായി, അത് എൻ്റേതുമാണ്, ഇതെൻ്റെ ജീവിതമാണ്, ഇതെൻ്റെ കവിതയാണ്, ഇതെൻ്റെ അനുഭവമാണ് എന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് അത് ജനങ്ങൾ ആസ്വദിക്കുന്നത്, അത് ജനങ്ങൾക്കിടയിൽ, സമൂഹത്തിനിടയിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്. അത്തരത്തിൽ എൻ്റെ ഗ്രാമത്തിൽ പതുക്കെ മറ്റു പലയിടങ്ങളിലും അത് ചലനങ്ങൾ സൃഷ്ടിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ബലിഗീതത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.